പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനടുത്തുള്ള ദേശീയപാതയിലെ പ്രവൃത്തി പൂർത്തിയാകാത്ത അടിപ്പാതയിലെ ഗർത്തം അപകട ഭീഷണി ഉയർത്തുന്നു. ഒപ്പം ചെളിവെള്ളവും മാലിന്യവും നിറഞ്ഞ് കണ്ടാലറിക്കുന്ന വൃത്തിഹീനമായ ചുറ്റുപാടും ദുരിതമാകുന്നു. മഴക്കാലമായതോടെ ആകെ ചെളിയും മാലിന്യവുമായി മാറിയിരിക്കുകയാണ് ഇവിടത്തെ അടിപ്പാത. ഇവിടങ്ങളിലെ കാൽനടയാത്രയാണ് സാഹസം. ചളിയും മാലിന്യവും ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെ പലയിടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവ ഇതുവഴി സഞ്ചരിക്കുന്നവർക്ക് ഭീഷണിയായി മാറുകയാണ്. ഇതിനു പുറമെയാണ് സർവീസ് റോഡിനോട് ചേർന്നുള്ള ഗർത്തം അപകടക്കെണിയൊരുക്കുന്നത്. പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ ഇത് ശ്രദ്ധയിൽപ്പെടാറില്ല. ദേശീയപാത നിർമ്മാണത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാകും വരെ ഈ ഭീഷണി തുടരുക തന്നെ ചെയ്യും. ഗർത്തം ശ്രദ്ധയിൽപ്പെടുത്താൻ ഡിവൈഡറുകളും താൽക്കാലികമായി വച്ച പ്ലാസ്റ്റിക് ബാരിക്കേഡുകളും ഉണ്ടെങ്കിലും അവ സുരക്ഷിതമല്ല. നടക്കുമ്പോൾ മണ്ണിടിയാനുള്ള സാധ്യതയും ഉയരുന്നുണ്ട്. നിരന്തരം നനവുള്ള ഈ ഭാഗത്താണ് അടിപ്പാതയുടെ ഒരു തൂൺ സ്ഥിതി ചെയ്യുന്നതെന്നത് മറ്റൊരു വെല്ലുവിളിയാണ്. മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം അടിപ്പാത വഴി സർവീസ് റോഡിനടുത്തുള്ള ഗർത്തത്തിൽ കെട്ടിക്കിടക്കുകയാണ്. തൊട്ടടുത്തുകൂടി ഒഴുകുന്ന അലക്യം തോട്ടിലേക്കാണ് വെള്ളം ഒഴുകിയെത്തേണ്ടത്. എന്നാൽ സർവീസ് റോഡിനരികിലെ കരിങ്കൽ ചെളിയും മാലിന്യവും കെട്ടിക്കിടക്കുന്നതിനാൽ വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുന്നില്ല. റോഡിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളം പരന്നൊഴുകി ചെളി നിറഞ്ഞിരിക്കുന്നു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബാക്കിയായ പണിസാധനങ്ങളും മറ്റും അലക്ഷ്യമായി കിടക്കുന്നു. പഴയ ചെരുപ്പുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പലയിടത്തായി കൂട്ടിയിട്ടിരിക്കുന്നു. അടിപ്പാതയുടെ പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിച്ചാൽ പൊതുജനങ്ങൾക്കും ആശുപത്രിയിലേക്ക് വരുന്നവർക്കും ഉപകാരമാകും. വൃത്തിഹീനമായ പരിസരം പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നു എന്നതാണ് പലർക്കും ആശങ്ക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.